ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, നിങ്ങളുടെ വീട്ടിൽ ഞാനീ പറയുന്ന ഒരു വസ്തു ഉണ്ടെങ്കിൽ കടം കയറി വരാനും അതുപോലെ ദാരിദ്ര്യം ഉണ്ടാകാനും അത് ചിലപ്പോൾ കാരണമാകാം. അത് ഉടനെ എടുത്ത് മാറ്റുക. അത് എന്ത് വസ്തുവാണ് എന്നുള്ളത്, എന്ത് കാര്യമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളെല്ലാവരും അറിയേണ്ട കാര്യമാണ്. മുഴുവൻ കാണാൻ ശ്രമിക്കണം. കാരണം മിക്കവാറും വീട്ടിൽ ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള ഒരു വസ്തു കാണും, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു കാര്യം ആ വസ്തുവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കാണും. അപ്പോൾ അത് കൊണ്ട് വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇത് അതുപോലുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതിനുമുമ്പ് ഒരു കാര്യം പറയാം, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. ചെയ്യുന്ന രീതി പറഞ്ഞു തരും. ഇപ്പം കുറച്ച് ഞാൻ എടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത ചെയ്യുന്ന ഘട്ടത്തിൽ അത് എഴുതി വെച്ച് റിപ്ലൈ ചെയ്യും. ചെയ്യുന്ന രീതി കേട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യാതെ ചെയ്യാതിരിക്കുക. നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ്. ഇനിയും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഈ കാര്യം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഉപകാരപ്പെടും, യാതൊരു സംശയവും വേണ്ട. ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അവസാനം വരെ അറിയണം. കാരണം അതിൻ്റെ കാര്യമുണ്ട്, അവസാനം വരെ അറിയണം. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇതറിയാതെ പോകുന്നവർക്ക് ജീവിതത്തിൽ അതിൻ്റെ ദോഷങ്ങളും അല്ലെ തകർച്ചകളും ഉണ്ടായവരുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. മുഴുവൻ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ സത്യസന്ധമായിട്ടാണ് പറഞ്ഞു തരുന്നത്. മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക. വീണ്ടും ഞാൻ പറയുകയാണ്, വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോഴേ നിങ്ങളുടെ വീട്ടിലെ ഈ ഒരു വസ്തു അതുണ്ടെങ്കിൽ എടുത്ത് മാറ്റണം. ഇല്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകാം, കടം കയറാം. അപ്പോൾ ആ വസ്തു എന്താണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ഞാൻ ചെറിയ ഒരു ഭഗവാൻ കൃഷ്ണന്റെ ഒരു കഥ പറയാം. പറഞ്ഞിട്ട് ആ വസ്തു ഏതാന്ന് പറഞ്ഞുതരാം. എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രാധാന്യം മനസ്സിലാകത്തില്ല. അതായത് ജസ്റ്റ് ആ ഭഗവാന്റെ ഒരു ഐതിഹ്യം, ഒരു പുരാണ കഥ പറഞ്ഞിട്ട് ആ വസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ്. അതായത് സാന്ദീപിനി മഹർഷിയുടെ ആശ്രമത്തിൽ ഭഗവാൻ കൃഷ്ണനും സുദാമാവ്, അതായത് കുചേലൻ അറിയാറുണ്ട്, സുദാമാവൂടെ വിദ്യ അഭ്യസിക്കുന്ന കാലം. അപ്പോൾ ഈ ഭഗവാൻ കൃഷ്ണനും സുദാമാവും എല്ലാം ഗുരുപത്നിയെയും ഒക്കെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം കാട്ടിൽ വിറക് ശേഖരിക്കാൻ വേണ്ടി സുദാമാവും കൃഷ്ണനും കൂടെ പോകുമ്പോൾ ഈ ഗുരുപത്നി അവർക്ക് കഴിക്കാൻ ഭക്ഷണം രണ്ട് പൊതിയാക്കി 2 പേർക്കും കഴിക്കാനുള്ള ഭക്ഷണവും കൂടെ സുദാമാവിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. അങ്ങനെ കാട്ടിൽ വിറക് ശേഖരിക്കാൻ കൃഷ്ണനും സുദാമാവും കൂടെ പോയി. അവിടെ ക്രൂരമൃഗങ്ങളൊക്കെ ഇവിടെ ആക്രമണങ്ങളിൽ ഭയന്ന് അവര് ഒരു മരത്തിൽ കയറി ഇരുന്നപ്പോൾ സുദാമാവ് കൃഷ്ണൻ അറിയാതെ കൃഷ്ണന് കൊടുത്ത പൊതി കൂടി ഭക്ഷണവും കൂടി ഭക്ഷിക്കുന്നു. കൃഷ്ണനൊന്നും കൊടുക്കുന്നില്ല. അത് കഴിഞ്ഞ് ഇവര് വിദ്യാഭ്യാസമെല്ലാം പൂർത്തിയായി. സുദാമാവ് പിന്നീട് കുചേലൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം കൃഷ്ണനും കുചേലനും വിദ്യാഭ്യാസം പൂർത്തിയായി അവരവരുടെ ഗ്രഹങ്ങളിലേക്ക് മടങ്ങുന്നു. വർഷങ്ങൾ കഴിഞ്ഞു പോയി. ഭഗവാൻ കൃഷ്ണൻ എല്ലാവിധ ഐശ്വര്യത്തോടും കൂടി ദ്വാരകയിൽ വസിക്കുന്നു. കുചേലനാകട്ടെ വിവാഹമൊക്കെ കഴിച്ച് ധർമ്മപത്നിയും സന്താനങ്ങളുമൊക്കെയായി അതിദാരിദ്ര്യത്തിൽ കഴിയുന്നു. അപ്പോൾ ദാരിദ്ര്യം കൂടിക്കൂടി വന്നപ്പോൾ ഈ കുചേലന്റെ പത്നി കുചേലനോട് പറയുന്നു, നിങ്ങൾ എപ്പോഴും കൃഷ്ണന്റെ കാര്യം പറയുള്ളൂ. അപ്പം ഭഗവാനെ അടുത്ത് നിങ്ങൾ പോയി കണ്ട് ഭഗവാനോട് നിങ്ങളുടെ അവസ്ഥ പറയുക. തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ സഹായിക്കാതിരിക്കത്തില്ല. കാരണം വിശപ്പ് കൊണ്ട് കൈകാലുകൾ തളരുന്നു, ദാരിദ്ര്യം കൊണ്ട് വയ്യ, അങ്ങനെ പൊറുതി മുട്ടി ഈ കുചേലന്റെ പത്നി കുചേലനോട് പറയുകയാണ്, ഭഗവാനെ പോയി നിങ്ങളൊന്ന് കാണ്, കൃഷ്ണനെ പോയി. ഭഗവാൻ എന്തായാലും സഹായിക്കാതിരിക്കത്തില്ല. അങ്ങനെ ദാരിദ്ര്യത്തിന്റെ അതിദാരിദ്ര്യമായ അവസ്ഥയിൽ കുചേലൻ 4 വീട്ടിൽ ഭിക്ഷയെടുത്ത് കിട്ടിയ 4 പിടി നെല്ല് അത് അവലാക്കി കീറിയ ഒരു തുണിയിൽ കെട്ടി. ആ ഒരു അവസ്ഥ ഭയങ്കരമാണ്. അങ്ങനെ ഭഗവാൻ കൃഷ്ണനെ കാണാൻ പോകുന്നു.
അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ ആ ഒരു ദ്വാരകയുടെ മുന്നിൽ നിന്നപ്പോൾ അവിടെ കാവൽക്കാർ ഇദ്ദേഹത്തെ കയറ്റി വിടത്തില്ല. ഭഗവാൻ ദൂരെ മട്ടുപ്പാവിൽ നിന്ന് കുചേലനെ കാണുന്നു. അദ്ദേഹം കുചേലനെ കടത്തി വിടാൻ പറയുന്നു. അങ്ങനെ ഭഗവാൻ സ്നേഹത്തോടെ കുചേലനെ സ്വീകരിക്കുന്നു. ഒരുപാട് പരിചരണങ്ങൾ നൽകുന്നു. കുചേലൻ ആകെ ഒരു പ്രത്യേക ലോകത്തിൽ ചെന്ന പോലെ അന്തം വിട്ടിരിക്കുകയാണ്. ഭഗവാനോട് എങ്ങനെ പറയും ഈ ദാരിദ്ര്യത്തിന്റെ കാര്യം? പക്ഷെ ഭഗവാൻ എല്ലാം അറിയുന്നുണ്ട്. ഭഗവാൻ കുചേലന്റെ കക്ഷത്തിരുന്ന ആ കീറിയ ആ പഴന്തുണിക്കകത്തിരുന്ന ആ അവല് പിടിച്ചു വാങ്ങി അത് ഭഗവാൻ കഴിക്കുകയാണ്. ആദ്യത്തെ ഒരു കൈ വാരി കഴിച്ചപ്പോൾ തന്നെ കുചേലന് സർവ്വ ഐശ്വര്യങ്ങളും കുചേലന്റെ വീട്ടിലുണ്ടായി. രണ്ടാമത്തെ കൈ കൂടി വാരി കഴിക്കാൻ പോയപ്പോൾ രുക്മിണി ദേവി അത് തടഞ്ഞു. കാരണം പിന്നെ ലക്ഷ്മിയും കൂടെ കുചേലന്റെ ദാസിയാകും. കാരണം പിന്നെ അതുകൊണ്ട് ഒരു കൈ അവല് തന്നെ ഭഗവാൻ ആദ്യത്തെ പിടി തന്നെ വാരി കഴിച്ചപ്പോൾ കുചേലൻ വളരെ സമ്പന്നൻ, വീട്ടിലെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി കുചേലന്റെ വീട്ടിൽ. അപ്പൊ രണ്ടാമത്തെ കൈ വാരി കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്മിയും കൂടെ കുചേലന് ദാസിയാകേണ്ടി വരും. അതുകൊണ്ട് തടഞ്ഞു. ഒരു കൈ അത്രയും തന്നെ ആയപ്പോഴും കുചേലനെല്ലാം ലഭിച്ചു. അപ്പോഴേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ നമ്മളിപ്പം ഭഗവാന് എന്തെങ്കിലും കാര്യം കൊടുക്കാമെന്ന് പറഞ്ഞു, പക്ഷെ നമുക്കത് നമ്മുടെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പം അത് നമ്മൾ വർഷങ്ങളായിട്ട് അത് നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ കുറച്ച് പണമായിരിക്കും അല്ലെങ്കിൽ ഒരു നാണയമായിരിക്കും ഭഗവാന് കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി വീട്ടിൽ മാറ്റി വെച്ചു. കാലങ്ങൾ കഴിഞ്ഞ് നമ്മളതങ്ങ് മറന്നു പോകുന്നു, ഭഗവാന് കൊടുക്കുന്നില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഭഗവാൻ നമ്മളെ ഒരിക്കലും ദോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യത്തില്ല. ഭഗവാന് നമ്മളോട് വിരോധമില്ല. അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. കുചേലന് പറ്റിയ അതാണ്. അപ്പം കുചേലന് ആ സന്ദീപിനിയും മഹർഷിയുടെ പത്നി കൊടുത്ത ഭക്ഷണം, പൊതിഭക്ഷണം, അത് ഭഗവാന് കൊടുക്കാത്തതിൽ ഭഗവാന് കുചേലനോട് വിരോധമില്ല. പക്ഷെ അവിടെ സംഭവിച്ചതിനാണെന്നറിയോ? കുചേലന്റെ കർമ്മദോഷം, കുചേലൻ ചെയ്ത കർമ്മത്തിന്റെ ദോഷം. ഭഗവാനൂടെ കൊടുത്ത പൊതി ഭഗവാൻ അറിയാതെ കുചേലൻ ഭക്ഷിച്ചിട്ട് ഭഗവാനൊന്നും കൊടുത്തില്ല. അത് കുചേലൻ ചെയ്ത കർമ്മം, പ്രവൃത്തിയുടെ ദോഷമാണ്. അത് കുചേലൻ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അല്ലാതെ ഭഗവാന് ഒരു ദോഷം ആർക്കും ചെയ്യത്തില്ല. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഭഗവാന് പലതും നേരുന്നു, കൃഷ്ണന്. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ നാണയമായിരിക്കും അല്ലെ വേറെന്തെങ്കിലും ആയിരിക്കും, അത് വീട്ടിൽ വെക്കുക, ഭഗവാന് കൊടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഉണ്ടാകുമ്പോഴും അത് നമ്മളുടെ കർമ്മത്തിന്റെ ദോഷമായിട്ട് വരും. അത് ഭഗവാന് നമ്മളോട് യാതൊരു വിരോധവും ഇല്ല, നമുക്ക് ദോഷവും ചെയ്യത്തില്ല, നമ്മളുടെ കർമ്മദോഷമാണത്. അപ്പോൾ അത് അങ്ങനെ നമ്മൾ വീട്ടിലെ വല്ല ഈ നാണയമൊക്കെ നേർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഭഗവാന് കൊടുക്കാതെ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ തന്നെ പ്രവൃത്തി ദോഷം കൊണ്ട്, കർമ്മദോഷം കൊണ്ട് നമ്മളിലേക്കുള്ള ആ സമ്പത്ത്, ആ ലക്ഷ്മി തടസ്സപ്പെട്ടു നിൽക്കും. ദാരിദ്ര്യം ഉണ്ടാകാം, കടബാധ്യതകൾ ഉണ്ടാകാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇനിയും നമ്മൾ ഭഗവാന് എന്തെങ്കിലും നേർന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ കാര്യം നടന്നു കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞും നമ്മളത് മറന്നുപോയി. ഭഗവാന് നമ്മളോട് വിരോധമില്ല, ഭഗവാൻ നമുക്ക് ദോഷവും ചെയ്യത്തില്ല. പക്ഷെ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ കർമ്മദോഷം നമുക്ക് ബ്ലോക്കായിട്ട് വരും. നമുക്ക് പല ദാരിദ്ര്യം ഉണ്ടാകുന്നു, പല കാര്യങ്ങളിൽ പരാജയം ഉണ്ടാകുന്നു, നമ്മൾ അറിയുന്നില്ല ഇത് എന്തുകൊണ്ടാകുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മറന്നുപോയി, അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഓർത്തെടുക്കാവുന്ന കാര്യമാണെങ്കിൽ ആ വഴിപാട് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഭഗവാന് നേർന്ന കാര്യമാണ്, അത് തന്നെ കൊടുക്കണം. ഇനി നമ്മൾ മറന്നുപോയി, നമുക്ക് എന്താണെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മലയാള മാസം ആദ്യത്തെ ബുധനാഴ്ച കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ പോയി ഭഗവാന് സമസ്താപരാധവും പറഞ്ഞ് ഭഗവാന് ഒരു കിഴി അവല് സമർപ്പിച്ചാൽ മതി. ഭഗവാൻ നിങ്ങളോട് ക്ഷമിക്കും. കാരണം നിങ്ങളുടെ കർമ്മദോഷം മാറും. ഭഗവാൻ ഒരിക്കലും നിങ്ങളൊരു കാര്യം നേർന്നിട്ട് കൊടുത്തില്ലേ, നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുന്ന കാര്യം ചിന്തിക്കത്തില്ല, നിങ്ങളോടൊരു വിരോധമില്ല. നിങ്ങളുടെ കർമ്മദോഷമാണ് നിങ്ങൾക്ക് ആ സാമ്പത്തിക ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. കാരണം നമ്മളാണ് അങ്ങോട്ട് നേരുന്നത്, എന്നിട്ട് നമ്മളാണ് മറന്നു പോകുന്നത്. നമ്മുടെ പ്രവൃത്തി ദോഷമാണ്. അത് മാറുമ്പോഴേ നമ്മളിലേക്ക് സമ്പത്ത്, ഐശ്വര്യം വരത്തുള്ളൂ. അപ്പം നമ്മൾ അത് മറന്നുപോയെങ്കിൽ നമ്മൾ ഭഗവാനോട് സമസ്താപരാധം പറഞ്ഞ് ഒരു കിഴി അവല് മലയാള മാസം ആദ്യത്തെ ബുധനാഴ്ച ചൈതന്യം കൂടുതൽ കൃഷ്ണക്ഷേത്രത്തിലോ അല്ലെ നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിലോ എവിടെ വേണേലും ആ നിഷ്കളങ്കമായ മനസ്സോടുകൂടി സമർപ്പിക്കണം. ആ നിങ്ങളുടെ കർമ്മദോഷം, നിങ്ങളുടെ പ്രവർത്തികളുണ്ടായ കർമ്മദോഷം, അത് നിങ്ങൾക്ക് അങ്ങനെ മാറ്റാൻ പറ്റും. പറഞ്ഞ മനസ്സിലായല്ലേ?
അപ്പൊ അതാണ് ഞാനിവിടെ പറഞ്ഞുതരാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഏതെങ്കിലും വസ്തുക്കളോ നാണയമോ വല്ലതും നിങ്ങൾ നേർന്ന് വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ എവിടാന്ന് വെച്ചാൽ അവിടെ കൊണ്ട് സമർപ്പിക്കണം. അത് വീട്ടിൽ നിന്ന് മാറ്റണം. ഇനിയും അത് നമ്മൾ നേർച്ചകളുണ്ടെങ്കിൽ അത് ഓർക്കുന്നെങ്കിൽ അത് ചെയ്യണം. ഇനി നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ മലയാള മാസം ആദ്യത്തെ ബുധനാഴ്ച നിഷ്കളങ്കമായ മനസ്സോടുകൂടി സമസ്ത അപരാധവും പറഞ്ഞ് ഒരു കിഴി അവല് ഭഗവാനെ സമർപ്പിക്കുക. അത് അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ക്ഷേത്രത്തിലോ ദൂരെയുള്ള കൃഷ്ണന്റെ ക്ഷേത്രത്തിലോ വിഷ്ണുവിന്റെ ക്ഷേത്രത്തിലോ എവിടെ വേണേലും സമർപ്പിക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി ആയിരിക്കണം. നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തികമായ ബ്ലോക്കുകളും മാറും, തടസ്സങ്ങളും മാറും എന്നുള്ളത് തന്നെയാണ്. ഇനി ഭഗവാന് നിഷ്കളങ്കമായ ഭക്തി ഉള്ളവരിലാണ് ഏറ്റവും കൂടുതൽ ഭഗവാൻ പ്രസാദിക്കുന്നത്. ഭഗവാന് ഇപ്പം കുരൂരമ്മ ആയിക്കോട്ടെ, പാഞ്ചാലി ആയിക്കോട്ടെ, പാഞ്ചാലി ഭഗവാനോട് നിഷ്കളങ്കമായ ഭക്തിയായിരുന്നു. അതുകൊണ്ടാണ് വസ്ത്രാക്ഷേപ സമയത്ത് ഭഗവാനെ ഗോവിന്ദ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഭഗവാൻ ആ സമയം തന്നെ പാഞ്ചാലി അനുഗ്രഹിച്ചു. അതുപോലെ കുരൂരമ്മ നിഷ്കളങ്കമായ ഭക്തിയായിരുന്നു. കുരൂരമ്മയുടെ കൂടെ എപ്പോഴും ഭഗവാൻ ഉണ്ടായിരുന്നു. അതുപോലെ പൂന്താനം ഭഗവാനോടുള്ള നിഷ്കളങ്കമായ ഭക്തി. പൂന്താനത്തിന്റെ ആ വിളിക്കുന്നിടത്ത് ഭഗവാൻ ഉണ്ടായിരുന്നു. വില്ലുമംഗല സ്വാമിയാര് നിഷ്കളങ്കമായ ഭക്തിയായിരുന്നു ഭഗവാനോട്. സ്വാമിയാരുടെ കൂടെ ഭഗവാൻ ഉണ്ടായിരുന്നു. എന്ന് വേണ്ട, ഭഗവാന്റെ പ്രീതി കിട്ടാൻ ഏറ്റവും പ്രധാനം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഷ്കളങ്കമായ ഭക്തി. അതാണ് വേണ്ടത്. ഭഗവാന് ദിവ്യമായ സ്നേഹമാണ് ഭക്തരോടുള്ളത്. അപ്പൊ നിങ്ങൾക്കും നിഷ്കളങ്കമായ ഭക്തിയും എല്ലാവരോടും ദിവ്യമായ സ്നേഹം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? സ്വാർത്ഥതയില്ലാത്ത സ്നേഹം. അല്ലെ, നമുക്ക് ഒരാളുടെ ഒരു ഫലം പ്രതീക്ഷിക്കാതെ തന്നെ ഒരാളെ സ്നേഹിക്കുക എന്നുവെച്ചാൽ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ. അതാണ് സ്വാർത്ഥത ഇല്ലാത്ത സ്നേഹമാണ് ദിവ്യമായ സ്നേഹം. ആ ദിവ്യമായ സ്നേഹം നമുക്കുണ്ടായി വരുമ്പോൾ ഭഗവാന്റെ പരമമായ അനുഗ്രഹം കിട്ടും. നിഷ്കളങ്കമായ ഭക്തി ഉള്ളവരെല്ലാം ഭഗവാന് അവരെല്ലാം അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പം കൃഷ്ണനായിക്കോട്ടെ, ഭദ്രകാളി ആയിക്കോട്ടെ, ശിവനായിക്കോട്ടെ, ഏത് ദേവതയായിക്കോട്ടെ, ഞാൻ കൃഷ്ണന്റെ ഇത് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും സമർപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വീട്ടിലത് വെച്ച് മറന്നു പോകാതെ വീട്ടിലത് വെച്ച് സമർപ്പിക്കാതിരിക്കരുത്. അതൊരു നാണയമായിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മളത് സമർപ്പിക്കണം. ഇനി നേർന്നിട്ടുണ്ടെങ്കിലും അത് നമ്മൾ അവിടെ ആ ദേവതയ്ക്ക് ചെയ്യണം. അത് ഏത് ദേവതയായിക്കോട്ടെ, ഞാൻ കൃഷ്ണന്റെ പറഞ്ഞതേ ഉള്ളൂ, ഏത് ദേവതയായിക്കോട്ടെ, ശിവനോ സുബ്രഹ്മണ്യനോ ഭദ്രകാളിയോ ആരും ആയിക്കോട്ടെ, നമ്മളത് ചെയ്യണം. ഇനി അഥവാ നമ്മളുടെ ഓർമ്മയിൽ അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ മറന്നു പോയെന്നുണ്ടെങ്കിൽ, ആ ദേവതയുടെ ഇഷ്ട വഴിപാട്, ഇഷ്ട നിവേദ്യം, അത് കൃഷ്ണന് നമുക്ക് അവല് സമർപ്പിക്കാം. ഇനിയിപ്പം അല്ലെങ്കിൽ ശിവനാണെങ്കിൽ നമുക്ക് പാൽപ്പായസം സമർപ്പിക്കാം, ഭദ്രകാളിക്കാണെങ്കിൽ കടുംപായസം സമർപ്പിക്കാം, അങ്ങനെ മുരുകനാണ് പഞ്ചാമൃത അഭിഷേകം സമർപ്പിക്കാം. ആ ദേവതയ്ക്ക് ഇഷ്ടപ്പെട്ട വഴിപാടിന് രസീതെടുത്ത് സമസ്ത അപരാധം പറഞ്ഞ് നിഷ്കളങ്കമായ മനസ്സോടുകൂടി അത് സമർപ്പിച്ചാൽ മതി. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട്, നിങ്ങളുടെ കർമ്മം കൊണ്ട്, നിങ്ങൾ മറന്നു പോയത് കൊണ്ട്, അല്ലെ നിങ്ങൾ ചെയ്യാത്തതുകൊണ്ട്, നിങ്ങളുടെ കാര്യം നടന്നു കഴിഞ്ഞാൽ മറന്നു പോയത് കൊണ്ട്, നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടുണ്ടായ ആ പ്രവൃത്തി ദോഷം അല്ലെ കർമ്മദോഷം അപ്പോഴവിടെ കൊണ്ട് തീരും. ഇല്ലെങ്കിൽ ഈ കർമ്മദോഷം നമ്മളുടെ പല കാര്യങ്ങളിലും ജോലിയെ ബാധിക്കാം, ചിന്തകളെ ബാധിക്കാം, പ്രവൃത്തികളെ ബാധിക്കാം. അങ്ങനെയാണ് നമ്മളിപ്പോൾ ജോലിയെ ബാധിക്കുമ്പോൾ, നമ്മുടെ പ്രവൃത്തികളെ ബാധിക്കുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ശരിയായിട്ട് ചെയ്യാതിരിക്കുമ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ജോലിയിൽ നമ്മൾ ഡിലേ വരുത്തുമ്പോൾ സാമ്പത്തികം തടസ്സപ്പെടും. അപ്പോഴാണ് കടബാധ്യത ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയാണ് ജീവിതത്തിലെ ആ സാമ്പത്തികമായ ബ്ലോക്ക്, ഐശ്വര്യത്തിന്റെ ബ്ലോക്ക്, തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില കർമ്മ രഹസ്യങ്ങൾ അറിയണം നിങ്ങൾ. അതിനെക്കുറിച്ചാണ് ഞാനിപ്പം പറഞ്ഞു തന്നത്. അപ്പൊ ഇത് നിങ്ങൾക്കിപ്പോൾ ഈ കുചേലന്റെ ഒരു കഥ പറയുമ്പോൾ, കുചേലൻ ചെയ്ത ഒരു പ്രവൃത്തി ദോഷം, കുചേലൻ എത്രമാത്രം ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നു. പക്ഷെ അതിന് ഭഗവാന് കുചേലനോട് യാതൊരു വിരോധവും ഇല്ല. ഭഗവാൻ കുചേലനെ കാണുമ്പോൾ ഓടി വരുന്നു, സ്നേഹിക്കുകയാണ്, എല്ലാം കുചേലനെ നൽകുകയാണ്. അപ്പൊ കുചേലൻ ചെയ്ത ആ കർമ്മദോഷത്തിന്റെ പരിഹാരം ചെയ്തപ്പോൾ ആണ് ഇതെല്ലാം കുചേലന് മാറ്റം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്ത പ്രവൃത്തി ദോഷങ്ങൾക്ക് ഭഗവാനോട് നമ്മൾ മാപ്പ് പറഞ്ഞ് നമ്മളാലാകുന്ന ആ കർമ്മം കൊണ്ട് തന്നെ പരിഹാരം ചെയ്യണം. ആ പ്രവൃത്തി കർമാസ് ക്ലിയർ ചെയ്യണം. അല്ലാതെ ഈശ്വരന് ആരോടും വിരോധമില്ല, ആർക്കും ദോഷം വരുന്ന കാര്യങ്ങൾ ഭഗവാൻ ചെയ്യത്തുമില്ല. മനസ്സിലായില്ലേ? നമ്മുടെ കർമ്മം കൊണ്ടുണ്ടായ നമ്മളുടെ ജീവിതത്തിലെ അപാകത നമ്മൾ പ്രവൃത്തി കൊണ്ട് തന്നെ, കർമ്മം കൊണ്ട് തന്നെ നമ്മളത് ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. ഇത് നിങ്ങൾക്കെല്ലാം പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. ഇത് നിങ്ങളുടെ എല്ലാ ജീവിതം മാറ്റുന്ന കാര്യമാണ്. അപ്പോൾ അത്
മനസ്സിലാക്കി ചെയ്യുക. നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെ പല നേർച്ചകളും പലർത്തും നേർന്നിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ അത് നമുക്ക് അറിവിലില്ലെങ്കിൽ അല്ലെങ്കിൽ നേർന്നെങ്കിലും വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആ നേർന്നെടുത്ത് കൊണ്ട് കൊടുക്കുക. ഇനി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ദേവതയുടെ ഏത് ദേവത ആയിക്കോട്ടെ ഇഷ്ടനിവേദ്യത്തിന് രസീത് എടുത്ത് സമസ്ത അപരാധം പറഞ്ഞ് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് പിന്നെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി ദിവ്യമായ സ്നേഹത്തോടു കൂടി ആ പരിഹാരം സമർപ്പിക്കുക. ഇഷ്ടനിവേദ്യം സമർപ്പിച്ചാൽ മതി. ഇപ്പം കൃഷ്ണനാണ് അവല് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാന് അവല് പാൽപ്പായസം പോലെ തന്നെ വളരെ പ്രിയമാണ്. അവല് സമർപ്പിക്കുന്നവരെയൊക്കെ ഭഗവാൻ രക്ഷപ്പെടുത്താറുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ അവല് പറഞ്ഞതിൻ്റെ കാര്യം. ബാക്കി ദേവതകൾക്ക് അവരുടെ ഇഷ്ടനിവേദ്യം സമർപ്പിക്കുക. അല്ലെ ആ ദേവതയ്ക്ക് പ്രിയപ്പെട്ടതെന്തോ അത് സമർപ്പിക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്നത് നിഷ്കളങ്കമായ മനസ്സോടുകൂടി. അപ്പോഴാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. ഇനിയും ഭഗവാൻ കൃഷ്ണന്റെ ഒരു രഹസ്യം കൂടെ പറഞ്ഞു തരാം. ഓം നമോ ഭഗവതേ വാസുദേവായ ഈ മന്ത്രം നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ വാ കൊണ്ട് ജപിക്കുക. നമുക്ക് പറ്റുന്ന രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടി ഇരിക്കുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ഒന്നുമല്ല, നമ്മളെ കൊണ്ട് പറ്റുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി ദിവ്യമായ സ്നേഹം എന്ന് വെച്ചാൽ സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തോടു കൂടി ഭഗവാനെ വിളിക്കുക. ഭഗവാൻ ആ വ്യക്തിയെ എല്ലാ പരമമായ അനുഗ്രഹം നൽകും. ഈ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രത്തിനകത്ത് ഒരുപാട് ശക്തിയുണ്ട്, അത്ഭുത ശക്തിയുണ്ട്. അതായത് ക്രിയായോഗയുടെ 4ാമത്തെ സ്റ്റെപ്പിൽ പോലും ഈ ഓം നമോ ഭഗവതേ വാസുദേവായ ഉപയോഗിക്കുന്നുണ്ട്. അത് അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം നാരദനാണ് ധ്രുവൻ ഉപദേശിച്ചത്. ധ്രുവൻ ഈ മന്ത്രം ജപിച്ചാണ് ഭഗവാന്റെ ദർശനം ഉണ്ടായത്. പരമ പവിത്രമായ ഒരു മന്ത്രമാണ്. സകല കർമ്മദോഷങ്ങളെയും പാപദോഷങ്ങളെയും ജന്മദുരിതങ്ങളെയും ഒക്കെ ഇല്ലാതാക്കാൻ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രത്തിന് ശക്തിയുണ്ട്. അപ്പൊ ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് വീഡിയോ അവസാനം വരെ കാണണമെന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഇത് എല്ലാം കേട്ടിട്ട് അവസാനം ഇത് കേൾക്കാതെ പോയാൽ അത് വലിയൊരു നഷ്ടമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായുടെ ഈ രഹസ്യം നിങ്ങൾ അറിയണം. അതുപോലെ ഭഗവാനെ കുറിച്ച് അറിയണം. ഭഗവാന്റെ ആ ദിവ്യബോധം നിങ്ങൾക്കുണ്ടായി വരാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനിയും ഇത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഇതിപ്പോൾ അവസാനം വരെ കാണുന്നവർക്ക് അത് ഉപകാരപ്പെടും. നമ്മളുടെ എല്ലാ ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ടെൻഷൻ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരു പരീക്ഷാ സമയത്തായിക്കോട്ടെ, അല്ലെ പ്രായമുള്ളവർക്കാണേലും ഏത് ഒരു ജോലി സമയത്തോ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോഴോ ഒക്കെ ടെൻഷൻ ഉണ്ടാകാറുണ്ട്. അതിന് ഞാനൊരു ചെറിയ വിദ്യ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് ഏത് കാര്യമാണോ നിങ്ങൾക്ക് നടക്കേണ്ടത് ആ കാര്യം നടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കുറച്ച് നേരം പറ്റുന്ന പോലെ മൗനത്തെ ഇരിക്കണം. സംസാരം കുറയ്ക്കണം. സംസാരം കുറച്ചിട്ട് നിങ്ങൾ ആ കാര്യം ഭംഗിയായിട്ട് നടക്കുന്നതായിട്ട് മനസ്സിൽ ചിന്തിക്കുക. അതിനുശേഷം ദീർഘശ്വാസം എടുക്കുക പതുക്കെ. അപ്പൊ ആ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. വായു നല്ലതായിട്ട് നിങ്ങളുടെ ആ ശരീരം മുഴുവൻ നിറയുന്നതായിട്ട് സങ്കല്പിക്കണം. വായുവിൽ മാത്രമായിരിക്കണം മനസ്സിന്റെ ശ്രദ്ധ. ശ്വാസം എടുത്ത് പതുക്കെ ദീർഘമായിട്ട് എത്രയും വിടാവോ അത്രയും വെളിയിലോട്ട് വിടുക. അവനവനെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്താൽ മതി. ശ്വാസം എടുത്ത് പിടിക്കണ്ട, ഹോൾഡ് ചെയ്യണ്ട, എടുത്ത് പിടിക്കണ്ട. പതുക്കെ സാവധാനം എടുക്കുക, പതുക്കെ സാവധാനം വിടുക. ശ്വാസത്തെ മാത്രമായിരിക്കണം മനസ്സ്. ഇതൊരു 3 തവണ ചെയ്യുക. നിങ്ങൾ എത്ര ടെൻഷനുള്ള സമയത്തും നിങ്ങൾക്ക് ഏതൊരു കാര്യം ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റും, ടെൻഷൻ മാറ്റാൻ പറ്റും. ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതി ചെയ്യുക. ശ്വാസം എടുത്ത് പിടിക്കേണ്ട, പതുക്കെ എടുത്ത് വിട്ടാൽ മതി. അതിനു മുമ്പ് നിങ്ങൾ അല്പനേരം മൗനത്തിൽ ഇരിക്കണം. മൗനത്തിൽ ഇരുന്നിട്ട് നിങ്ങൾ ഏത് കാര്യമാണോ നടക്കേണ്ടത് അത് നടന്നതായിട്ട് സന്തോഷമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുക. എല്ലാം കണ്ണു തുറന്നുകൊണ്ടാണ്. അതിനുശേഷം പതുക്കെ ശ്വാസം എടുക്കുക, പതുക്കെ വിടുക. ദീർഘമായിട്ട് ശ്വാസത്തെ മാത്രം മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുക. 3 തവണ ചെയ്യുക. ശ്വാസം എടുത്ത് പിടിക്കണ്ട, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. ഈ വിദ്യ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുക. ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ടെൻഷൻ മാറും. ഏത് കാര്യം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കും. ഈ വിദ്യയും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇത് ഒരുപാട് ആളുകൾ ഞാൻ തന്നെ പറഞ്ഞിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. പണ്ട് സ്പെയിനിൽ നിന്ന് ഒരു ആളുടെ അവിടെ ഒരു റിലേറ്റീവാണ് എന്നെ വിളിച്ചത്, ഒരു വ്യക്തിയുടെ. ആ വ്യക്തി വലിയ ബിസിനസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് ഭയങ്കര ടെൻഷനാണ്. ഒരു വലിയ പരിപാടി നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ പ്രസംഗിക്കേണ്ടതായിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ടെൻഷനാണ്. അപ്പം ലോകത്തിലുള്ള നാനാഭാഗത്തുനിന്നുള്ള ആളുകൾ വരുന്നുണ്ട്.
മലയാളിയാണ്, പക്ഷെ അവിടെ എല്ലാം ആ ഇംഗ്ലീഷിലാണ് കാര്യങ്ങളും, ആ ഒരു പല അവിടുത്തെ ഭാഷയിലും ഒക്കെയാണ്. പക്ഷെ അവർ മലയാളികളാണ്, ഇവിടുന്ന് പോയവരാണ്. അപ്പം ഞാൻ ഇതുപോലൊരു വിദ്യ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് വന്നു. അദ്ദേഹത്തിന് ആ പരിപാടിയിൽ ഭംഗിയായിട്ട് ഒരുപാട് നിരവധി കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനും ആളുകളെല്ലാം അത് സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തെന്ന് പറഞ്ഞ് അതിൻ്റെ മെസ്സേജ് വന്നു. സ്പെയിനിലായിരുന്നു പരിപാടി. ഞാൻ ആ ഇടയ്ക്ക് അത് വീഡിയോ പറഞ്ഞതുമാണ്. അപ്പം ഇതുപോലൊരു വിദ്യ ഞാൻ പറഞ്ഞു കൊടുത്ത്, നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ഭയമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്കുണ്ടാകുന്ന ടെൻഷൻ എല്ലാത്തിനെയും മറികടക്കാൻ ഈ ഒരു വിദ്യ ഉപയോഗിക്കാം. മനസ്സിലായല്ലോ? ഏത് പ്രതിസന്ധി അതിജീവിക്കാൻ ഉപയോഗിക്കാം. പക്ഷെ ഇതിപ്പോൾ അവസാനം പറഞ്ഞുകൊണ്ട് ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. കാണുന്നവർക്കൊക്കെ അതിൻ്റെ പ്രയോജനം കിട്ടും. അതിനാണ് ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞത്, നിങ്ങൾ അവസാനം വരെ കാണണം. ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, അതിൻ്റെ അകത്ത് കാര്യമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താ, ഇത് ഉറപ്പായിട്ടും പ്രയോജനപ്പെടും. ആർക്കും പ്രയോഗിക്കാം ശരിയായ രീതിയിൽ. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നേടിയെടുക്കാൻ ടെൻഷൻ മാറും. നിങ്ങൾ പുതിയ വ്യക്തിയായിരിക്കും ഈ ഒരു രഹസ്യവിദ്യ. ഇപ്പം എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി.